സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ബാംഗ്ലൂരിലൊക്കെ പഠിക്കാൻ പോകുന്ന മിക്ക ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പാർട്ട് ടൈം ജോലിയും കൂടി ചെയ്യാറുണ്ട്. പാർട്ട് ടൈം ജോലിക്ക് ഏറ്റവും നല്ല സുഖം എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ തന്നെയാണ്. ഒരുപാട് പാർട്ട് ടൈം ജോലികളുള്ള ഒരു നഗരം തന്നെയാണ് ബാംഗ്ലൂരിൽ. അതുകൊണ്ട് തന്നെ പഠിക്കാൻ പോകുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ ചൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അവിടേക്കാണ് ഭവാനി എന്ന് പറയുന്ന യുവതി ബാംഗ്ലൂരിൽ നിന്നും 51 കിലോമീറ്റർ അകലെയുള്ള രാംനഗര ജില്ലയിലെ മാഗഡി താലൂക്കിലുള്ള ഒരു ഗ്രാമത്തിലാണ് ഭവാനി ജനിക്കുന്നത്. അച്ഛനും അമ്മയും ഒരു കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. രണ്ടുപേരും നല്ല രീതിയിൽ ജോലി ചെയ്യും. അങ്ങനെ BSc ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഭവാനി പറഞ്ഞത് ഇനി എനിക്ക് ബാംഗ്ലൂരിൽ പോയി പഠിച്ചാൽ മതി എന്ന്. അത് 2 വർഷങ്ങൾക്ക് മുമ്പാണ്, 2024 അങ്ങനെ മകളെ ബാംഗ്ലൂരിലേക്ക് വിടുകയാണ്. അവിടെ എത്തിയതിന് ശേഷം മകള് പറഞ്ഞു, ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒരു വാടക വീട് എടുക്കട്ടെ, അതിനുശേഷം എന്തെങ്കിലും ഒരു ജോലി നോക്കും, പിന്നീട് എനിക്ക് പഠിക്കണം. അങ്ങനെ ഒരുപാട് മോഹങ്ങളുടെ കല്യാണമൊന്നും ഇപ്പോഴൊന്നും വേണ്ട എന്ന് പറഞ്ഞ് മകളോട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തോ, എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും മകളെ അവിടെ ബാംഗ്ലൂരിലാക്കിയിട്ട് അവർ തിരിച്ചു വരികയും ചെയ്തു. പിന്നീട് വല്ലപ്പോഴും എന്ന് പറഞ്ഞാൽ മകളെ കാണാൻ പോകും, മകളാണെങ്കിൽ ഇങ്ങോട്ട് വരും. അങ്ങനെ ഇരിക്കെ മകൾക്ക് നല്ലൊരു ജോലിയും കൂടി കിട്ടുകയാണ്. അതായത് ഒരു മൊബൈൽ ഷോറൂമിലെ അക്കൗണ്ടന്റ് ഹെൽപ്പറായിട്ട് ഒരു ജോലി കിട്ടുകയാണ്. ആ ജോലിയിൽ നല്ല ശമ്പളവും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അതായത് ഒരു പാർട്ട് ടൈം ജോലി ആണെങ്കിൽ തന്നെ അത്യാവശ്യം ശമ്പളമുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും ഇച്ചിരി പൈസയും ഒക്കെ അയച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ ശനിയാഴ്ച വൈകുന്നേരം വീട്ടിലേക്ക് പോകും, തിങ്കളാഴ്ച രാവിലെ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് വരും. അതാണ് ഭവാനി ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെ 2026 ജൂൺ 13 രാവിലെ 7 മണിയോട് കൂടിയിട്ട് ഭവാനിയുടെ അമ്മയെയും അച്ഛനെയും, അതായത് ഭവാനിയുടെ അമ്മാവൻ്റെ ഭാര്യ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരം വിളിച്ചതിന് ശേഷമാണ് ഭവാനിയുടെ അമ്മ ഫോൺ എടുക്കുന്നത്. നിങ്ങളുടെ വാട്സാപ്പിലേക്ക് ഞാൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് പെട്ടെന്ന് നോക്കാൻ വേണ്ടി പറയുന്നു. അങ്ങനെ അവർ നോക്കിയപ്പോഴും ഞെട്ടിപ്പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തങ്ങളുടെ മകളുടെ വിവാഹ ഫോട്ടോ ആയിരുന്നു അത്. ഒരു പയ്യനുമായിട്ട് കൂടിച്ചേർന്ന് മാലയൊക്കെ ഇട്ട് നിൽക്കുന്നു. ഇത് കണ്ടപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭവാനിയുടെ അമ്മ വിറച്ചു പോയി എന്നുള്ളതാണ്. അവർ നേരെ ശ്രീനിവാസനെ വിവരം അറിയിച്ചു. അങ്ങനെ ശ്രീനിവാസൻ വരുന്നു. പിന്നീട് എന്ന് പറഞ്ഞാൽ ഭവാനിയെ വിളിക്കുകയാണ്. അച്ഛനും അമ്മയും കൂടി കുറേ വിളിച്ചു. അതിന് മുമ്പേ തന്നെ ഒരുപാട് ബന്ധുക്കൾ എല്ലാവരും ആ വീട്ടിലേക്ക് വന്നു. ഇതെന്താണ് കാണുന്നത് ശ്രീനിവാസ, അതായത് നിന്റെ മകള് വിവാഹിതയായോ എന്ന് ചോദിച്ച് ബന്ധുക്കൾ എല്ലാവരും വരുന്നു. പിന്നെ നാട്ടുകാരെല്ലാവരും അടക്കം പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി. ആ പെണ്ണിനെ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാണ് അവൾ അങ്ങനെ പോകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്നുള്ള രീതിയിലുള്ള അടക്കം പറച്ചിലൊക്കെ ചില ആൾക്കാരൊക്കെ പറയാൻ തുടങ്ങി. ഏതായാലും ശ്രീനിവാസനും ഭാര്യയും അതുപോലെ തന്നെ കുറച്ച് ബന്ധുക്കളുമായിട്ട് നേരെ ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ടു. അതിനു മുന്നേ തന്നെ ശ്രീനിവാസൻ മകളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ ഫോൺ എടുക്കുന്നില്ല. ഇതിനിടയിൽ ഒരു ചെറുപ്പക്കാരൻ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, ഞാൻ അവളെ കൊലപ്പെടുത്തി എന്ന് മാത്രമാണ് പറഞ്ഞത്. ഇത് കേട്ടപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീനിവാസന്റെ ഉള്ളു പടഞ്ഞുപോയായിരുന്നു. അയാൾ പെട്ടെന്ന് അടുത്ത് തന്നെ താമസിക്കുന്ന ഹൗസ് ഓണറെ വിവരം അറിയിച്ചു. ഹൗസ് ഓണർ ഓടി വരുന്നു. പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ വാതിൽ തുറക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴും സമയം 8:30 മണിയാണ്. വാതിൽ തുറക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴൊന്നും തുറക്കുന്നില്ല. നേരെ ഒന്നുമല്ല, ബ്യാദ്രഹള്ളി പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുന്നു. പോലീസും പാർട്ടിയും പെട്ടെന്ന് വരുന്നു. വാതിൽ ചവിട്ടി തുറക്കുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭവാനി അവിടെ മരിച്ചു കിടക്കുന്നതും അതുപോലെ അടുത്ത് തന്നെ എന്ന് പറഞ്ഞ അബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരു യുവാവിനെയുമാണ്. യുവാവിനെയും എടുത്തുകൊണ്ട് നേരെ പോലീസ് ആശുപത്രിയിലേക്ക് പോകുന്നു. പിന്നീട് ഭവാനിയുടെ മൃതദേഹം ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുകയാണ്. കുറേ നേരം കഴിഞ്ഞപ്പോഴേ ഭവാനിയുടെ അച്ഛനും അമ്മയും ബന്ധുക്കളും എല്ലാവരും വന്നു. അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോഴാണ് ശ്രീനിവാസൻ, ഭവാനിയുടെ അച്ഛൻ, പറയുന്നത് രാവിലെ ഇതുപോലൊരു ഫോട്ടോ ഞങ്ങൾക്ക് കിട്ടി സാർ. അതായത് മകൾ വിവാഹിതയാണെന്നുള്ള കാര്യമൊന്നും ഞങ്ങൾക്കറിയില്ല. അവൾ 2 വർഷമായി ബാംഗ്ലൂരിൽ വന്നിട്ട് ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു കമ്പനിയിലാണ് അവർ ജോലി ചെയ്യുന്നത്. അതുമാത്രവുമല്ല അവർ പഠിക്കുന്നുണ്ട് എന്നാണ് എന്നോട് പറഞ്ഞത് എന്നാണ് ശ്രീനിവാസനും പറയുന്നത്. ഏതായാലും പോലീസ് അതിനു മുന്നേ തന്നെ ഈ അബോധാവസ്ഥയിലുള്ള ചെറുപ്പക്കാരനോട് ചോദിച്ചു എന്താണ് സംഭവിച്ചത്. അപ്പോഴയാൾ പറഞ്ഞ എന്താ വെച്ചാൽ, ഞങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാണ്, വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷമായി, ഞങ്ങൾ രണ്ടുപേരും മരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വിഷം കുടിച്ച് അവൾ മരിച്ചുപോയി, ഞാൻ മരിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരൻ കരയാൻ തുടങ്ങി. അങ്ങനെ ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ പോലീസിനൊരു സംശയം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും വിഷം കഴിച്ചു എന്ന് പറയുന്നത് ശരി തന്നെയാണ്, പക്ഷേ വിഷം കഴിച്ചിട്ട് 2 ആളും മരിച്ചിട്ടില്ല.
അപ്പോൾ ഈ വിഷം കഴിച്ച് മരിക്കാത്തത് കൊണ്ട് ഭവാനിയെ കഴുത്തു മുറുക്കി കൊലപ്പെടുത്തിയതാണോ എന്നുള്ളൊരു സംശയം. കാരണം എന്താണെന്ന് വെച്ചാൽ കഴുത്തിൽ നല്ല രീതിയിൽ പാടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഏതായാലും പോലീസ് നേരെ ഭവാനിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയക്കുന്നു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയാണ്. ബന്ധുക്കളെ ആ മൃതദേഹം കൊണ്ട് അവിടെ 51 കിലോമീറ്റർ അകലെയുള്ള മാഗഡിയിലേക്ക് പോവുകയും ചെയ്തു. പിന്നീട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. പോലീസ് അന്വേഷണം ആരംഭിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലായത്. അതായത് 2 വർഷം മുമ്പ് വന്ന ഭവാനി ഇവിടെ ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്തു. പിന്നീട് ഭവാനിക്ക് സ്ഥിരമായിട്ടൊരു ജോലി ലഭിക്കുകയാണ്. ഒരു മൊബൈൽ ഷോറൂമിൽ അക്കൗണ്ടന്റ് ആയിട്ടാണ് ജോലി ലഭിച്ചത്. നല്ല സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് ഒരു ഓട്ടോറിക്ഷയിലാണ്. അങ്ങനെ സ്ഥിരമായിട്ട് പോകുന്നതാണ് ഈ ചന്ദ്രശേഖർ എന്ന് പറയുന്ന ചന്തുവിൻ്റെ ഓട്ടോറിക്ഷയിൽ. സ്ഥിരമായിട്ട് ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാസഞ്ചർ, അതുപോലെ തന്നെ ഒരു ഡ്രൈവർ എന്നുള്ള രീതിയിൽ പെരുമാറി. കുറേ നാൾ കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ചന്തു പിക്ക് ചെയ്യാൻ വരാൻ തുടങ്ങി. അതുപോലെ തന്നെ ജോലി കഴിയുമ്പോഴേക്കും ചന്തു അവിടെ എത്തും. അങ്ങനെ രണ്ടുപേരും തമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയം, അതായത് ഒരു പ്രണയബന്ധം ഉടലെടുത്തു. ഈ ചന്തു ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡ്രിങ്ക്സ് അടിയുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗമുണ്ട്. അതുമാത്രവുമല്ല അവിടെയുള്ള ഒരു ഓട്ടോ തൊഴിലാളിയാണ്. പിന്നെന്ന് പറഞ്ഞാൽ അയാൾക്ക് വിദ്യാഭ്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഒരു കുട്ടിയാണെങ്കിൽ, അതായത് ഭവാനി ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ബിരുദധാരിയാണ്, നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതേ ലെവലിലുള്ള ഏതെങ്കിലും ഒരു പുരുഷനുമായിട്ട് കല്യാണമൊക്കെ ഉറപ്പിക്കേണ്ട അല്ലെങ്കിൽ കല്യാണം കഴിക്കേണ്ട ഒരു പെണ്ണാണ്. ഏതായാലും ഈ ഒരു ചെറുപ്പക്കാരനുമായിട്ട് അങ്ങനെ പിന്നീട് പ്രണയത്തിലാകുന്നു. പൈസ വാങ്ങിക്കുന്നില്ല ഓട്ടോയിൽ. ഇതൊക്കെ കൊണ്ടാണോ എന്നറിയില്ല, ഭവാനിയും ഇവർ രണ്ടുപേരും കൂടി പിന്നീട് വിവാഹിതരാകുകയാണ്. ഒരു അമ്പലത്തിൽ വെച്ചിട്ടാണ് വിവാഹം കഴിച്ചത്. ഇപ്പോഴും രഹസ്യമാക്കി വെക്കണം, നമുക്കിപ്പോഴും ഇതാരെയും അറിയിക്കണ്ട എന്ന് പറയുകയും അങ്ങനെ രണ്ടുപേരും ഈ ഒരു ബന്ധം രഹസ്യമാക്കി വെച്ചിരിക്കുന്ന സമയത്താണ് ഒരു 3 മാസം മുമ്പ് ഞെട്ടിക്കുന്ന ഒരു സത്യം ഭവാനി അറിഞ്ഞത്. അതായത് ഈ ചന്ദ്രശേഖർ എന്ന് പറയുന്ന ചന്തുവിന് ഭാര്യയും 5 വയസ്സുള്ള ഒരു മകളും ഉണ്ടെന്നുള്ള സത്യം അറിയുന്നു. ചന്ദ്രശേഖരന് പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 34 വയസ്സാണ്. ഇത് കേട്ടപ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭവാനിക്ക് ഞെട്ടിപ്പോയി. അങ്ങനെ ഭവാനിയുമായിട്ട് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്തുവും പ്രശ്നമുണ്ടാകുന്നു. ഇതിനിടയിൽ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോഴേ അച്ഛനും അമ്മയും പറഞ്ഞു, ഇനി ഇങ്ങനെ നടന്നാൽ ശരിയാവില്ല, നിനക്കൊരു വിവാഹം കഴിക്കണം എന്ന് പറയുകയും അങ്ങനെ അവരൊരു ചെറുക്കന, നല്ലൊരു എന്താ പറയുക, നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ചെറുക്കന കണ്ടെത്തുകയും ചെയ്തു. ഭവാനിയോട് ചോദിച്ചു, നിനക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോൾ ഭവാനി പറഞ്ഞു, എനിക്കിഷ്ടമാണ്. അങ്ങനെ നമുക്കൊരു കാര്യം ചെയ്യാം, എന്നാൽ ഈ ഒരു മാസമൊക്കെ കഴിയട്ടെ, എന്നിട്ട് നമുക്ക് കൃത്യമായിട്ട് പെണ്ണ് കണ്ട് നമുക്ക് ചടങ്ങൊക്കെ, അതായത് ബാക്കിയുള്ള ചടങ്ങൊക്കെ കഴിക്കാമെന്ന് അച്ഛനും അമ്മയും ആ ഒരു ചെറുക്കൻ്റെ വീട്ടുകാരോട് പറയുകയും ചെയ്തു. അതിനിടയിലാണ് 2026 ജൂൺ 13-ാം തീയതി രാവിലെ ഒരു ഫോട്ടോ വരുന്നത്. ഈ ഫോട്ടോ ആദ്യം കണ്ടതെന്ന് പറഞ്ഞാൽ, അതായത് ഇൻസ്റ്റഗ്രാമിലാണ് പോസ്റ്റ് ചെയ്തത്. ഈ ഫോട്ടോ ആദ്യം കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മായിയാണ്, അതായത് അമ്മാവൻ്റെ ഭാര്യയാണ് ബാക്കി എല്ലാവരോടും ഇത് പറഞ്ഞത്. ഇത് പോസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചന്തുവിനോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, പിരിയാം, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ നിന്റെ മകൾ അനാഥയായി പോകും, അതുപോലെ തന്നെ നിന്റെ ഭാര്യ ഇതായി പോകും. അപ്പോൾ പറഞ്ഞു, ഇല്ല, നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല, ഭാര്യയെ ഞാൻ ഡിവോഴ്സ് ചെയ്യും, മകളെ നമുക്ക് വളർത്താം എന്നൊക്കെ ചന്തു പറഞ്ഞെങ്കിലും അതിനൊന്നും ഭവാനി നിൽക്കുന്നില്ല. ഭവാനി പറഞ്ഞത് നടക്കുകയേ ചെയ്യില്ല, ഒരിക്കലും നിന്റെ ഒരു കാര്യം നടക്കില്ല എന്ന് പറയുകയും പിന്നീട് എന്ന് പറഞ്ഞാൽ ഭവാനിയുമായിട്ട് നിരന്തരമായിട്ട് വഴക്കാവുകയാണ്. ഭവാനി ഇവനോട് ഇറങ്ങിപ്പോകാൻ പറയുന്നു. ആ ഇറങ്ങിപ്പോകാനുള്ള ദേഷ്യത്തിൽ ഇവൻ എന്ത് ചെയ്യുന്നു, ഭവാനിയെ ഒരിക്കലും മർദ്ദിക്കുകയാണ്. പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ കുറച്ച് വിഷം കഴിക്കുന്നു. അങ്ങനെ ഇവൻ വിഷം കഴിക്കുന്നുണ്ട്, ഭവാനിയും കഴിക്കുകയാണ്. ഭവാനി കഴിച്ചപ്പോഴും ഭവാനി തുപ്പുകയും ഇവനും തുപ്പി പുറത്തേക്ക്. പിന്നീടെന്ന് പറഞ്ഞാൽ ഭവാനിയെ കഴുത്തിൻ ഞെരിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇപ്പോഴും ഈ ഒരു കേസും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും 2-3 ദിവസമായിട്ട് കർണാടകയെ മൊത്തം പിടിച്ചു കുലുക്കിയ ഒരു സംഭവം തന്നെയാണ് ബ്രേക്കിംഗ് ന്യൂസായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രവുമല്ല, നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത്, നിങ്ങളവിടെ പഠിക്കാൻ പോയിക്കോ, അതുപോലെ തന്നെ ജോലി ചെയ്തോ, ഇതൊക്കെ ചെയ്തോ, പക്ഷെ ഇങ്ങനെ ഊരും പേരും അഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരുത്തനെ കല്യാണം കഴിക്കുമ്പോഴും വളരെയധികം സൂക്ഷിക്കണം. ഇപ്പോഴും ഭവാനിക്ക് സംഭവിച്ച ദുരന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭവാനി ഒന്നും ചിന്തിക്കാതെ ഇങ്ങ് എടുത്ത് ചാടുകയാണ് ചെയ്തത്. അതായത് ഒരു ഓട്ടോറിക്ഷക്കാരൻ വരുന്നത്, അവൻ പൈസ വേണ്ടാന്ന് പറയുന്നത്, അവൻ സ്ഥിരമായിട്ട് കൊണ്ടുവരാൻ വരുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴും കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഭവാനി അതിൽ വീണുപോയി. ഭവാനിക്ക് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള ആ ഒരു പയ്യനെ കല്യാണം കഴിച്ചിരുന്നുവെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ലായിരുന്നു. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ ഭവാനിയെ നിർബന്ധിച്ച് വിഷം കുടിപ്പിച്ചതാണോ എന്നുള്ളൊരു സംശയം കൂടിയുണ്ട്. ഏതായാലും ഈ വിഷം കുടിച്ച കഥകൾ രണ്ടുപേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടും ഒരു എന്താ പറയേണ്ടത്, എന്തോ മറക്കാനുള്ള ഒരു സംഭവം തന്നെയാണ്. ഇവൻ കൊലപാതകം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്,
അല്ലാതെ നമ്മൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പഠിക്കണം, അല്ലാതെ വേറെ ഒരു ബന്ധത്തിനും പോകരുത്. പിന്നെ ബാംഗ്ലൂർ പോലെ വളരെ സൂക്ഷിക്കേണ്ട കാര്യം തന്നെയാണ്. അവിടെ പലതരത്തിലുള്ള ആൾക്കാരാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും പാവമാണെന്ന്, പക്ഷേ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ സ്വഭാവമെല്ലാം മാറും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.